സർ, കേരളത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുന്നു എന്ന് പറയുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും പ്രധാന ചർച്ചാ വിഷയം? ബി ജെ പിയുടെ മാത്രം നോക്കിയാൽ മതി. കാരണം കോൺഗ്രസ് CPM ഒക്കെ ശബരിമലയിൽ തെന്നി വീണ് കൈകാലിട്ട് അടിക്കുകയാണ്, എഴുന്നേക്കാൻ കഴിയാതെ. ഇന്ത്യ മുന്നണി കേരളത്തിന് പുറത്തെ ഇവരൊന്നാണല്ലോ. ഇന്ത്യ മുന്നണിയാണ് ശബരിമല കൊള്ള കേരളത്തിൽ നടത്തിയത്. അവരുടെ സംയുക്ത ഓപ്പറേഷനാണ്. അതെ. അപ്പോ BJP സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ചാൻസ് ആണ്. കാരണം ഈ ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുനീളം ഈ ശബരിമല വിഷയം മുന്നോട്ട് ഒഴുക്കിക്കൊണ്ട് പോയി അവർക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാം. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി നിർണയങ്ങൾ വരണം, അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. ഇതിനിടയ്ക്ക് മാസമായ ഒരു ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് കൈമാറുന്നു ശബരിമല വിഷയവുമായി, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ശബരിമല വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും BJPക്ക് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇതിപ്പോ ഓണം ഇങ്ങി വന്നല്ലോ നമ്മൾ പറയില്ലേ, അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങി വന്നല്ലോ അല്ല വന്നു കഴിഞ്ഞു. BJP തുടങ്ങിക്കഴിഞ്ഞു. BJP തുടങ്ങി 30 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചു. നമ്മൾ പത്രത്തിലൂടെ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. പത്രം വഴിയല്ല അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. 30 പേരെ പ്രഖ്യാപിച്ചു. ജയിപ്പിക്കാൻ വേണ്ടി തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഉഷാറാക്കാനും അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനുമാണ് നരേന്ദ്രമോദിക്ക് മുന്നോടിയായിട്ട് അത് പ്രത്യേകം ഓർക്കണം. അതിൻ്റെ ഒരു അകമ്പടി സേവിച്ചുകൊണ്ട്, അകമ്പടി എന്നല്ലല്ലോ പറയുന്നത്, അകമ്പടി വാഹനമല്ല, അതിന്റെ മുമ്പേ പോകുന്ന വാഹനം ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട ആൾക്കാർ പോകുമ്പോൾ അതിന് മുമ്പേ ഒരു പൈലറ്റ് വാഹനമായിട്ടാണ് അദ്ദേഹം വരുന്നത്. തിരുവനന്തപുരത്താണ് വന്ന് ലാൻഡ് ചെയ്യുന്നത്. കോർ കമ്മിറ്റി യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ 30 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് ചോദിക്കും. എങ്ങനെയൊക്കെയാണ് പ്രവർത്തനം കാഴ്ചവെക്കേണ്ടതെന്ന് കോർ കമ്മിറ്റിയോട് പറയും. എന്നു മാത്രമല്ല, ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും വിളിച്ചിട്ട് അഭിനന്ദിക്കും. യാതൊരു ഹയറാർക്കി ഇല്ല. അതാണ് BJPയുടെ ഒരു ഗുണം. കോൺഗ്രസ് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ താഴെ തട്ടിലുള്ളത് ഞാൻ കണ്ടു. ഒരു ബ്ലോക്ക് തല പ്രവർത്തകൻ്റെ, ബ്ലോക്കല്ല മണ്ഡല തല പ്രവർത്തകൻ്റെ ഞാൻ നോക്കിയപ്പോൾ പുള്ളിയുടെ വീട്ടിൽ, പുള്ളി എന്നെ കാണിച്ചു തന്നല്ലോ, ഭിത്തിയിൽ വെച്ചിരിക്കുന്നു നരേന്ദ്രമോദിയോടൊപ്പം പുള്ളി നിൽക്കുന്ന ഫോട്ടോ ആണ്. അത്ര സിമ്പിളാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പോലല്ല. BJP പ്രവർത്തകനാണ്. മേൽവിലാസമുണ്ട്. അല്ല, കയ്യെ ചരട് കെട്ടി കൊടുക്കാൻ പോയതല്ല. സംഘപരിവാർകാരനായ മോദി ഇതുവരെ അങ്ങനെ ചരട് കെട്ടിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ചരട് കെട്ടാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല. സോണിയാഗാന്ധി ഇന്ത്യ മുന്നണിയുടെ അങ്ങേയറ്റത്തെ ആളായിട്ടുള്ള മഹാറാണിയായിട്ടുള്ള അവരാണ് ഈ ചുമ്മാ തട്ടിപ്പ്. അവരൊന്നാന്തരം കാത്തലിക്, റോമൻ കാത്തലിക്കുകാരിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്ന് ഒന്നൊന്നര പ്രസംഗം ഉണ്ടാവും. ആ പ്രസംഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാഞ്ചജന്യം തന്നെ ആയിരിക്കും അത്. ആ പാഞ്ചജന്യത്തിലൂടെ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, എന്താണെന്നറിയോ? പറയാൻ പോകുന്ന നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുന്ന ദിവസത്തിൻ്റെ അനൗൺസ്മെൻറ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു അനൗൺസ്മെൻറ്റ് സുപ്രധാനമായിട്ടുള്ളതുകൊണ്ട്. എന്താ ഊഹിച്ചു നോക്കിയോ? ശബരിമല വിഷയം. അത് തന്നെ. അതിൻ്റെ എന്ത് വിഷയം? കൊള്ള വിഷയത്തിൻ്റെ എന്ത് വിഷയം ഇനിയുണ്ട്? CBI അന്വേഷണം. എക്സാക്ട്ലി, അതാണ്. CBI അന്വേഷണത്തെ കുറിച്ച് പാസ്സായി. CBI അന്വേഷണത്തിന്റെ ഒരു പ്രഖ്യാപനം. അത് ആരാ നോക്കുന്നത്? ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി അവിടെ നടത്തും. അല്ലെങ്കിൽ BJPക്ക് ജയിക്കാൻ പറ്റില്ല, തറതൊടില്ല. സംശയമൊന്നുമില്ല. CBI അന്വേഷണം പ്രഖ്യാപിച്ചു. പലരും ചോദിച്ചു തുടങ്ങി. സമയം കഴിഞ്ഞു. ഇത് തക്ക സമയമാണ്. ആ ഒരു പ്രഖ്യാപനം തന്നെ അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി കേന്ദ്രം അറിയാതെ കേരളത്തിലെ ഏതെങ്കിലും BJP നേതാക്കൾ ഇതിൽ കൈ ഇട്ടിട്ടുണ്ടാവുക? സർ, ഇതുവരെ വന്നില്ലല്ലോ. ആരോപിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഒരൊറ്റ ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇത് ആണെങ്കിൽ അവർക്ക് പരാതി കൊടുക്കുക. അതുകൊണ്ട് അതിലോട്ടും ആരും മുതിരില്ല. BJPയുടെ വിദൂര ബന്ധമുള്ള ആരെങ്കിലും അച്ചമ്പി പോലും ഇരുന്ന് നിന്ന് കഴിഞ്ഞാൽ ഉടനെ ഫോട്ടോ എടുത്തുകൊണ്ട് മത്സരിക്കും. കാരണം കേരളത്തിലെ എത്രമാത്രം മതേതരമാണല്ലോ, അത്രമാത്രം മതേതരം. BJPയോട് അത്രമാത്രം സ്നേഹമുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ മാപ്രകളെല്ലാം കൂടെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നേ വന്നു കഴിഞ്ഞേനെ. കാരണം BJPയുടെ ഒരാളും പോയിട്ട് ഇനിയും വേണമെങ്കിൽ പറഞ്ഞിനി ഉണ്ണികൃഷ്ണൻ പറ്റി BJP ആണെന്ന്. അയക്കൊരു ശാഖയുമായിട്ട് പോലും ബന്ധമില്ല. അല്ല, കയ്യിൽ ചരട് കെട്ടാൻ പോയോണ്ട് അതും പറയാൻ പറ്റൂല. BJP ആണെങ്കിൽ കാണാൻ പോയത് BJP നേതാക്കളല്ലല്ലോ, സോണിയാഗാന്ധി. സോണിയാഗാന്ധി BJP ആയോ എന്നുള്ള ചോദ്യം. ഇനി BJP ആയതിന്റെ വല്ല ചരടും കെട്ടാൻ പോയതാണോ? BJP ആക്കിയതിന്റെ അല്ലേ? ചരട് പറ്റത്തില്ല. അത് ചുവന്ന ചരടല്ലേ? ചരട് കെട്ടിയിട്ടുണ്ട്. സിന്ദൂര നിറത്തിലുള്ള ചരടല്ലേ RSS അണിയുന്നത്? അതുമായിട്ടൊരു ബന്ധവും ഇല്ല.
ഇത് മഞ്ഞച്ചരടാണ് കിട്ടിയതെന്നാണ് പറയുന്നത്. ആർക്കറിയാം എന്താ ചരട് കിട്ടിയെന്ന്. എന്തായാലും ആന്റണി MP അവിടെ ഗോവർദ്ധൻ ഉണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ടായിരുന്നു, ഇത് വിറ്റ ആളും വാങ്ങിയ ആളും രണ്ടുപേരും ഉണ്ടായിരുന്നു. സാക്ഷിയായിട്ട് നിന്ന MP പുള്ളി എന്തിനാ ഇത് ഇക്കാര്യം ഇത് ശ്രദ്ധ തിരിക്കാൻ പറയും. താൻ എന്തിനാണ് ഇയാളെയും കൊണ്ട് പോയതെന്നുള്ളത് പറയുന്നില്ല. ഇപ്പോൾ പുള്ളി പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനങ്ങ് നിന്ന് പോയ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യും. സോണിയമ്മയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്നുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കാണാൻ പറ്റുമല്ലോ, നമ്മൾ വിചാരിച്ചിട്ട് നടക്കണില്ല. അങ്ങനെ സോണിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പോയതാണെങ്കിലോ നമ്മളോ കരുണാകരൻ വിചാരിച്ചിട്ട് കാണാൻ അതാണ്. അന്നല്ലേ കരുണാകരൻ പ്രസിദ്ധമായ ചോദ്യം ചോദിച്ചത്, ആനപ്പുറത്ത് അച്ഛനിരുന്ന പറഞ്ഞിട്ട് അമ്മ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് മകൾക്കും തഴമ്പ് വരുമെന്നൊരു ചോദ്യം വന്ന് സുപ്രസിദ്ധമായ ചോദ്യം ചോദിച്ചു. അങ്ങനെയല്ലേ DIC കേരളത്തിലുണ്ടാവുന്നത്. ഇത് പോരാഞ്ഞിട്ട് അസാം മുഖ്യമന്ത്രി പിന്നെ അദ്ദേഹം ഇപ്പോഴത്തെ BJP ഹെമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം അപ്പോയിൻമെന്റ് കിട്ടാതെ വന്നിട്ട് നേരെ BJPയിൽ അങ്ങ് പോയി. വേണ്ട, അപ്പോയിൻമെന്റ് ഇല്ലാത്ത അമ്മയുടെ പാർട്ടിയിൽ ഞാനില്ലെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കിട്ടിയെന്നിപ്പോ ഇവര് പറയുന്ന ക്യാപ്സ്യൂളുകളാണ് രസം. പണ്ട് CPM ഇറക്കുന്ന ക്യാപ്സ്യൂൾ കേൾക്കാൻ നല്ല രസമായിരുന്നു. ഇവരിപ്പോ പറയുന്ന പ്രസാദം കൊടുക്കാൻ പോയത് അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ അവിടുത്തെ അടിച്ചു കളിക്കാരൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണിയപ്പോ അതെ, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് സാർ? ശബരിമലയില് പോറ്റിയും പിന്നെ മേൽശാന്തിയും പോയി കഴിയുമ്പോ അവിടെ തുടച്ചു തൂത്ത് പാത്രങ്ങൾ കഴുകാനും അടിച്ചു വാരാനും വരുന്ന ഒരു കർമ്മി, ഒരു പരികർമ്മി. അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇയാള് സോണിയ പോറ്റിയോ തന്ത്രിയോ അല്ല മേൽശാന്തിയോ തന്ത്രിയോ കാണാൻ പറ്റുമെങ്കിൽ ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം. ഇവർക്ക് വയ്യാതെ കിടന്നപ്പം ഹിന്ദു ദൈവങ്ങളോട് അതിയായ സ്നേഹം മൂത്ത് ശബരിമലയെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് മേൽശാന്തി തന്ത്രി അതും ചെയ്യാൻ പാടില്ലെങ്കിലും ഇങ്ങോട്ട് വിളിച്ച് ഞാൻ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോ ഒരു പരികർമ്മിയെ ഇയാൾ പ്രസാദം കൊടുക്കാൻ വിളിക്കാൻ പോവാൻ, ഈ പരികർമ്മി ആരാ ശബരിമലയിലെ? മറ്റേ മനോരമ ചാനൽ അവതാരകൻ ചോദിച്ചതാണ്, അയ്യപ്പന്റെ ദൂതനാണോ? അയ്യപ്പൻ ഇന്നത് പറഞ്ഞു അത് പോയി പറയാൻ പോയ ദൂതനാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? അല്ല, ഈ അവരുടെ സമുദായത്തിലും അത്ഭുത ദിവ്യശാന്തി ശുശ്രൂഷ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. കാല് വയ്യാത്തവന്റെ കണ്ണ് കാണാൻ വയ്യാത്തവന്റെ കണ്ണ് കാണിക്കും, ചെവി കേൾക്കാൻ വയ്യാത്തവന്റെ ബദിരനെയും മൂകനെയും എല്ലാം ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു അത്ഭുത ദിവ്യശാന്തി അനുഗ്രഹമാരി എന്നും പറഞ്ഞിട്ട് ഇതിന് പറ്റിയൊരു ദിവ്യനാണ് ഇയാൾ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചിലപ്പോൾ കൊണ്ടുപോയിരിക്കുക. സകല അമേരിക്കയിലും പോകണ്ട, ഓരോ ആശുപത്രിയിലും പോകണ്ട, സകലതും മാറ്റി തരുന്ന ദിവ്യ ഔഷധ എന്നാൽ അടിച്ചുകളിക്കാരനെയൊക്കെ വീട്ടിനകത്ത് വിളിച്ച് കയറ്റുക. നമ്മൾ വിഷയം മാറിപ്പോന്നില്ല. അങ്ങനെ പോയപ്പോൾ നമ്മൾ അമിത്ഷാ തിരുവനന്തപുരം 30 മത്സരം, കടുത്ത മത്സരം. ശബരിമലയിലെ സാറിനെ കൊണ്ട് പോയത് അറിയാനേ സാർ, വല്ലാത്തൊരു ആകാംക്ഷ. അത് ഏത് വഴിക്കൊണ്ട് പോയെന്നറിയാം. മറ്റേ മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പോയിട്ടില്ല എന്ന് പറയും പോലെ സോണിയെ കട്ടതൊന്നും ഇറ്റലി വിട്ട് പോയിട്ടില്ല എന്ന് പറയാം. നമുക്കത് CBIക്ക് വിട്ടു കൊടുത്തോളാം, അവര് പിടിച്ചോളും. EDയും കൂടെ ഉണ്ട്, അതിന്റെ കൂടെ ഇടിയും കൂടെ ഉണ്ടാവും. ഇടി കൊള്ളുമ്പോ കള്ളം പോറ്റി ഒന്ന് നന്നായി പിഴിഞ്ഞെടുത്താൽ മതിയായിരുന്നു. പിഴിഞ്ഞിട്ടില്ല, SIT പിഴിഞ്ഞിട്ടില്ല. മണിമണി പോലെ പോറ്റിയെല്ലാം പറഞ്ഞു എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാം, CBI ചെയ്തോളൂ. അത് അവനെ കൊണ്ട് മണിയായിട്ടൊക്കെ പറയിപ്പിക്കാൻ അറിയാം. SIT കൊണ്ട് അതിനൊന്നും കൊള്ളില്ല. SIT പണി തുടങ്ങിയ അപ്പുറത്തിരുന്ന് പിണറായി കണ്ടുരുട്ടും, ഇപ്പുറത്തിരുന്ന് സതീശൻ കണ്ടുരുട്ടും. ഉരുട്ടലും കൂടെ കാണുമ്പോൾ യവന്മാര് തീരും. രണ്ടാണ്. അതിപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയാണ് സംയുക്തമായിട്ട് നടത്തിയ ഒരു ഓപ്പറേഷനാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളത് വന്നിരിക്കുന്നു. രണ്ടുപേർക്കും ഇതിൽ പങ്കുണ്ട്. സുരേന്ദ്രൻ പാടിയ പാട്ട് അതിപ്പോ എനിക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ ദിവസം ഒക്കെ നാവിൽ കിടന്നതാണ്. സ്വർണം കട്ടതാരപ്പ, ഇന്ത്യ സഹാക്കളാണ് അയ്യപ്പ, വിറ്റതിളച്ചതാരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ, ലാഭം കൊയ്തതാരപ്പ, ഇന്ത്യ മുന്നണിയാണ് അയ്യപ്പ. ഇപ്പൊ ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് അതിൽ അവസാനം വരുന്നത്. രണ്ടു കൂട്ടരും ഇതിൽ പ്രതികളായത് കാരണം ഇന്ത്യ മുന്നണിയല്ലേ, ഇന്ത്യയല്ലേ, ഇന്ത്യ മാത്രമേ അലയൻസ് ഒന്നും വന്ന് അവസാനിക്കില്ല. എന്നു പറഞ്ഞാൽ അതിന്റെ ബ്രാക്കറ്റിൽ നോട്ടൊന്നും കൂടെ കാണും. അതായിരിക്കും തന്നെ ഉദ്ദേശിക്കുന്നത്. നോട്ടയ്ക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് കിട്ടും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. നോട്ടയും കൂടെ കണക്ട് ചെയ്ത് എന്തായാലും പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ജനങ്ങൾക്ക് കിട്ടും. തമാശ പറഞ്ഞു തന്നാൽ പറ്റില്ല. അതായത് അമിത്ഷാ വരുന്നു, CBI പ്രഖ്യാപനം ഉണ്ടാവും, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. ഇതിലേറ്റവും ഒരു കാര്യം, നല്ല പോയിന്റ്, ജനങ്ങൾക്ക് ഒരു പോയിന്റെങ്കിലും കിട്ടണ്ടേ. കായംകുളത്ത് നടക്കുന്ന നല്ല തീപ്പൊരി മത്സരമായിരിക്കും. അവിടെ അച്യുതാനന്ദന്റെ മകൻ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഏറ്റുമുട്ടും. നമുക്ക് കാണാം, കളി നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.